ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മീൻ തിളപ്പിച്ചതാണ്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. പ്രായൽ മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഞാൻ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഒരു 3 സവാള, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി അതേപോലെ ചതച്ചും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് എടുക്കുന്നത് ഒരു 2 തക്കാളിയാണ്. അധികം പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ടാണ് 2 എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണിത് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കറിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം. അപ്പോൾ അതവിടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആ മസാലയൊക്കെ നമ്മുടെ തക്കാളിയിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതവിടെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പച്ചവെള്ളം ചേർക്കാം. കാരണം ഇത് തിളയ്ക്കാനുള്ളതാണല്ലോ, അപ്പോൾ പച്ചവെള്ളം ചേർത്താലും മതി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ അതാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറത്ത് നോക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തുറക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല, ഈ പരുവം മതി. പിന്നെ അതേപോലെ നമ്മൾ ചേർത്ത വെള്ളവും വറ്റി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊരു 1.5 കപ്പ് പച്ചവെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ മീനൊക്കെ ഇനിയിട്ട് തിളപ്പിക്കാനുള്ളതല്ലേ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10-15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ പാകത്തിന് മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു തവിക്ക് ഞാൻ വൈറ്റ് വിനിഗറാണ് ചേർക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൊറുക്ക കിട്ടില്ലേ, ചൊറുക്കയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ അതൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വൈറ്റ് വിനിഗറാണ് ചേർക്കുന്നത് കേട്ടോ. അതിന് ശേഷം അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ഇളക്കേണ്ടത് അതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ വിനാഗിരി ചേർത്തതിന് ശേഷം കുറേ നേരോട്ട് തിളപ്പിക്കരുത്, അപ്പോൾ ഭയങ്കര പുളിയായി പോവും. ഒരു മിനിറ്റൊക്കെ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടൊരു ഒന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ അതവിടെ ഒരു 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കടുക് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കത് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതാ ഞാനിനി ഇത് അടച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതിപ്പോൾ വൈകുന്നേരമാണ് തയ്യാറാക്കുന്നത്, കാരണം എനിക്കിത് നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ആ വിനാഗിരിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മീൻ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ രാവിലെ തയ്യാറാക്കുക, എന്നിട്ട് ഉച്ചയ്ക്ക് ഉപയോഗിക്കുക. പക്ഷേ തലേ ദിവസം വെച്ച് എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സമയം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്